എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓവനും ഗ്രില്ലൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പെരി പെരി അൽഫാമിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ജ്യൂസിയും പെരി പെരി മസാലയുടെ കിടിലൻ ടേസ്റ്റുമുള്ളതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെരി പെരി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം സാധാരണ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഫുൾ ചിക്കൻ വലിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചിക്കൻ നമുക്ക് ഫ്ലാറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒരു ചപ്പാത്തി റോളറിൻ്റെ പിടിവെച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കുക. പാനിൽ ചെയ്യുന്നത് കൊണ്ട് മാക്സിമം ഫ്ലാറ്റാക്കി എടുക്കണം. ഇതുപോലെ ചെയ്തെങ്കിൽ നന്നായിട്ട് വെന്തു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്ത് ഇതുപോലെ അടിച്ചെടുക്കാം. ശേഷം ആഴത്തിൽ വരഞ്ഞെടുക്കാം. അടിച്ചെടുത്തത് കൊണ്ട് തന്നെ വീണ്ടും കഴുകി വെള്ളം തോർന്നതിന് ശേഷമാണ് വരഞ്ഞെടുക്കേണ്ടത്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു മസാലപ്പൊടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും, 1 ടീസ്പൂൺ പെരുംജീരകവും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ ഇതിലോട്ട് വേണ്ടത് 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 ഉണക്കമുളക്, പിന്നെ 1 കറുകപ്പട്ടൻ്റെ ഇല, അതുപോലെ തന്നെ 1 കറുവപ്പട്ടൻ്റെ ഇത്രയും വലിപ്പമുള്ളൊരു കഷ്ണം. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പെരി പെരി അൽഫാം ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ മുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് കുറച്ച് മാത്രം ചേർക്കുന്നത്. ഇതെല്ലാം ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ ഇതെല്ലാം പൊടിഞ്ഞു കിട്ടണം. ആ പരുവത്തിൽ ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതുപോലെ ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതിയും, അതുപോലെ തന്നെ 1 മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതിയും, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 10 ഇല്ലി വെളുത്തുള്ളി വേണം. വലുതായതാണെങ്കിൽ ഒരു 7 മതി. പിന്നെ ഒരു ചെറിയ എത്ര വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം, 1 പിടി മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ 1 പിടി പുതിന എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റായി കിട്ടണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ട തൈരായിരിക്കണം. അതുപോലെ തന്നെ അധികം പുളി ഇല്ലാത്തത് നോക്കി വേണം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ രണ്ടാമതായി അരച്ചു വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്താൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ലൊരു കളറായിട്ട് കിട്ടും. ഇനി മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. ചിക്കനിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. ഇങ്ങനെ മസാല തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഇത് ഞാനൊരു അടപ്പിലെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങളൊരു ബൗളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിലേക്ക് ചിക്കനിലേക്ക് ഒട്ടും വെള്ളം ഇറങ്ങാനും പാടില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിലെ മറ്റു ഫുഡിൽ നിന്നുള്ള മണമൊന്നും ഇതിലേക്ക് കടക്കാതിരിക്കാനും നല്ലതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ മൂടി വെച്ച് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ മസാലക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മസാല പിടിക്കും അങ്ങനെ വെച്ചാൽ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സോസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും ചേർക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻസായ ഉണക്കമുളക് പൊടിച്ചത് ഒരു 5-6 ടേബിൾ സ്പൂൺ ഇടുക. ഇത് നല്ല എരിവും പുളിയുമുള്ള അൽഫാമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് പുളിയും എരിവൊക്കെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് മിക്സ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ 10 മിനിറ്റിൽ ഒരു ഭാഗവും രണ്ടാമത്തെ 10 മിനിറ്റിൽ ഒരു ഭാഗവും, അങ്ങനെ 20 മിനിറ്റെങ്കിലും ഈ ചിക്കൻ വേവാൻ ടൈം എടുക്കും. തീ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഈ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചിക്കൻ പെരി പെരിയുടെ ആ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും 2 ബാച്ചായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല കൂട്ടുന്ന ടൈമിൽ ഫുഡ് കളർ ചേർത്താൽ നല്ല കളർ കിട്ടും. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം കളർ ചേർത്തിട്ടില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ടേസ്റ്റിനും കുറവില്ല കേട്ടോ. ഓവനിലോ ഗ്രില്ലിലൊക്കെ ചെയ്തെടുക്കുന്നത് അതേ രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ മയോണൈസിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം എൻ്റെ വീഡിയോ. വീണ്ടും അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.